നമസ്കാരം പ്രിയമുള്ളവരെ, നമ്മുടെ പഞ്ചായത്തിൽ നിന്നും നമ്മൾ വാങ്ങിച്ച വേസ്റ്റ് ബിൻ, ജൈവ വളം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ വേസ്റ്റ് ബിൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിപ്പോൾ വളമായിട്ടുണ്ട്. അത് നമ്മൾ ക്ലീൻ ചെയ്ത് അടുത്ത പ്രാവശ്യം എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും കാണുക, കണ്ടിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇത് ഉണങ്ങിയ വേസ്റ്റാണ്. നമ്മൾ ഈ 3 വേസ്റ്റ് ടിന്നും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. 3 ബിന്നും ക്ലീൻ ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ക്ലീൻ ചെയ്ത് നിങ്ങളെ ഒന്ന് കാണിക്കാം. ആദ്യത്തെ ആ ഒരു രംഗമല്ല ഇപ്പം. ഓക്കെ, അതെല്ലാം ഫ്രഷ് പുത്തൻ പോലെ ആയിട്ടുണ്ട്. ബിന്ന് പുത്തൻ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ 3 എണ്ണം നമ്മളിപ്പോൾ റീസെറ്റ് ചെയ്യും. റീസെറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് ബിന്നിൽ നമ്മൾ ഈ പറഞ്ഞ ബാക്ടീരിയ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ചകിരിച്ചോറും കാര്യങ്ങളും ഇട്ടിട്ടാണ് പിന്നെ വേസ്റ്റ് ഇടുന്നത്. അപ്പോൾ ഞാനിനി ബാക്കിയുള്ള 2 എണ്ണം കൂടെ സെറ്റ് ചെയ്ത് കാണിക്കാം. അപ്പോൾ രണ്ടാമത്തെ നമ്മൾ അതുപോലെ ബേസ് ആദ്യം സെറ്റ് ചെയ്യണം. ഇതിൽ ഒന്നാമത്തെ വെച്ചതിന് ശേഷം രണ്ടാമത്തെ ബേസ് നമ്മൾ സെറ്റ് ചെയ്തു. അതിനുശേഷം ആ ബേസ് പ്ലേറ്റിൻ്റെ മുകളിൽ ഈ കവർ സെറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ കവറിൻ്റെ ലോക്ക് ആ കറക്റ്റ് ആ 2 സൈഡിലുള്ള ക്ലിപ്പിൽ കൃത്യമായിട്ട് വീണിരിക്കണം. അതിനുശേഷം അതിൻ്റെ മെയിൻ ബോഡി കവറുണ്ട്, ആ കവർ ഇടുക. അപ്പം രണ്ടാമത്തെ ബിന്നും നമ്മൾ സെറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ മൂന്നാമത്തെ ബിൻ, അതായത് ഫൈനൽ ബിന്നിൻ്റെ സെറ്റിംഗ് ആണ്. ഫൈനൽ ബിന്നും സെയിം തന്നെ. നമ്മൾ 1, 2 സെറ്റ് ചെയ്ത പോലെ തന്നെ ഫൈനൽ ബിന്നിൻ്റെയും ബേസ് പ്ലേറ്റ് ആദ്യം ഉറപ്പിക്കുക. ബേസ് പ്ലേറ്റ് ആദ്യം നമ്മൾ വൃത്തിയായിട്ട് സെറ്റ് ചെയ്യണം. ബേസ് പ്ലേറ്റ് സെറ്റ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നോക്കി നമ്മൾ ഉറപ്പ് വരുത്തണം. അത് കറക്റ്റാണ് അതിൽ വീണിരിക്കുന്ന എല്ലാ ഭാഗങ്ങളും അതിനകത്ത് കറക്റ്റായിട്ട് എല്ലാ സൈഡും വീണിട്ടുണ്ടോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയതിന് ശേഷമേ മെയിനായിട്ടുള്ള രണ്ടാമത്തെ സെറ്റ് പിടിപ്പിക്കാവും. ഇതിനുള്ളിലും ഒരു സാധനമുണ്ട്. അത് ഇട്ടിട്ട് വേണം നമ്മൾ ഈ മെയിൻ കവർ ഇതിൽ കണക്ട് ചെയ്യണം. മെയിൻ കവർ നമ്മളിപ്പോൾ ഇതിലിടുന്നതാണ്. മെയിൻ കവർ നമ്മൾ ഇട്ടു. ഈ മെയിൻ കവറാണ് നമ്മൾ വേസ്റ്റ് നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അത് കൂട്ടിയാണ് ഇങ്ങനെയാണ് നമ്മളത് പിക്ക് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ വേസ്റ്റിൻ്റെ തേർഡ് സംഭവം ഇട്ട് കഴിഞ്ഞു. അതിൻ്റെ മെയിൻ കവറും നമ്മൾ ഫിക്സ് ചെയ്തു. ഇനിയാണ് അതിൻ്റെ മെയിനായിട്ടുള്ള സംഭവം ചെയ്യുന്നത്. ലാസ്റ്റ് മൂന്നാമത്തെ ബേസ് പ്ലേറ്റ് നമ്മൾ ഇട്ടു. ബേസ് പ്ലേറ്റ് ഇട്ട് ഇപ്പോൾ 3 റിങ്ങും ഇപ്പം പെർഫെക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ ഇതിനുള്ളിൽ നമ്മൾ കുറച്ച് ചകിരിപ്പൊടി ഇടണം. അപ്പോൾ ഇതുപോലെ നമ്മൾ ശകലം ചകിരിപ്പൊടി ഇതിനടിയിലിടുക. ഇതിനടിയിൽ നമ്മൾ ചകിരി ഇടുക. അതിനുശേഷം ഇതിനുള്ളിൽ നമുക്ക് വേസ്റ്റ് നിക്ഷേപിക്കാവുന്നതാണ്. വേസ്റ്റ് നിക്ഷേപിച്ച് ഫസ്റ്റ് ബിന്ന് നിറഞ്ഞു കഴിയുമ്പോൾ ആ ബിന്ന് ഏറ്റവും അടിയിൽ ക്രമത്തിലാണ് ഇത് പോകുന്നത്. എന്നിട്ട് ഇത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഒരു കവറുണ്ട്, ഫൈനൽ കവർ. ആ ഫൈനൽ കവർ നമ്മൾ ഇതിൽ വെച്ച് കവർ ചെയ്താൽ ഈ ബിന്ന് സിസ്റ്റം കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് നാളെ മുതൽ ഇതിൽ വേസ്റ്റ് ഇട്ട് തുടങ്ങാവുന്നതാണ്. അപ്പം അങ്ങനെ വേസ്റ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പരിസരം വൃത്തിയായിരിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് നല്ല ജൈവവളം നമ്മുടെ കൃഷിക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം ST ചാനൽ. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.